എല്ലാവർക്കും നമസ്കാരം. നേര് എന്ന സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നേര് ഒരു അതിഗംഭീര സിനിമയാണ്, ഒരു മാസ്റ്റർ പീസ്. ചില ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ കുറച്ച് സിനിമകൾ ഇറങ്ങും, അതൊരിക്കലും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അത് ഒ ടി ടിയിൽ നിന്നല്ല, തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. സോ അങ്ങനത്തെ ഒരു സിനിമയാണ് നേര്. ഇപ്പോൾ സ്റ്റോറി ലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റോറി നമുക്ക് ചിലപ്പോൾ എല്ലാ സിനിമയിലൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു സ്റ്റോറി, അതിൻ്റെ ഒരു രൂപം അങ്ങനെയാണ്. നമ്മളെല്ലാ സിനിമയിലും കോർട്ട് റൂമുകളും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ കഥകൾ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ സംഭവം എന്നല്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സിമ്പിളായൊരു സ്റ്റോറി ലൈൻ വെച്ചുകൊണ്ട് ഈ ജിത്തു ജോസഫിൻ്റെ രീതിയിൽ ഒരു 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 അഴിഞ്ഞാട്ടമുണ്ട്, ഒരു ആറാട്ടുണ്ട്. അത് ഭയങ്കര സംഭവം, അത് ജിത്തു ജോസഫിനെ പറ്റൂ. അത് ആ തുടക്കം മുതൽ അവസാനം വരെ ഈ കോർട്ട് റൂമിൽ നടക്കുന്ന ഈ 85% കോർട്ട് റൂമിൻ്റെ അകത്ത് വെച്ച് നടക്കുന്ന ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഇത്രയും ഗ്രിപ്പിംഗ് ആയിട്ട് നമുക്കൊരു ലാഗും ഇല്ലാതെ ഈ പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പിന്നിൽ ജിത്തു ജോസഫ് തന്നെയായിരിക്കണം. ആ ക്യാമറ, അതായത് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഒരു 4-5 ക്യാമറ അല്ലെങ്കിൽ 5-6 ക്യാമറ വെച്ചിട്ടാണ് കോർട്ട് റൂമിലൊക്കെ സീൻ ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രേക്ഷകന് ബോറടിക്കാൻ പാടില്ല. നമ്മൾക്ക് സാധാരണഗതിയിൽ ഒരു റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ഒരു കോർട്ട് റൂമിൻ്റെ അകത്തുനിന്ന് മാത്രം ചിത്രീകരിക്കുന്ന ഒരു ഫിലിമാണെങ്കിൽ നമുക്ക് ബോറടിക്കാനുള്ള പല വഴികളുണ്ട്. നമ്മൾ ചിലപ്പോൾ എടുത്ത് ഫോൺ നോക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, ഇത് സീൻ മാറുന്നില്ലല്ലോ, ഒരേ സംഭവം തന്നെയല്ലേ. പക്ഷെ ജിത്തു ജോസഫ് എടുത്തു വെച്ചിരിക്കുന്ന രീതിയിൽ നമ്മളെ പിടിച്ചങ്ങോട്ട് ഇരുത്തും. അത് ഫസ്റ്റ് സീൻ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാൾ പോകുന്നു, ഇന്ന കേസുണ്ട്, ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ട്, നേരെ സീനിലേക്ക് പോകുന്നു, എന്താണ് സംഭവം നടന്നതെന്ന് വിശദീകരിക്കുന്നു, കടന്നു സീൻ ബൈ ഇങ്ങനെ എടുത്തെടുത്ത് വരുന്ന സമയത്ത് ആ കേസിലേക്ക് കടന്നിരിക്കുന്നു, ആൾക്കാർ വന്നു, കേസ് പ്രതിവാദം തുടങ്ങി. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇരിക്കണം. നമ്മൾ പറയുന്ന ഓരോ ഡയലോഗ് എന്താണ്, മൈന്യൂട്ടായ കാര്യങ്ങൾ ചിലപ്പോൾ അത് പറയും, അതൊരു തെളിയിക്കുന്ന വിധവും മനസ്സിലായില്ലേ. ഇത് ആക്ച്വലി ഇപ്പോൾ ഇതൊരു റേപ്പ് നടന്നിട്ട് അതിലൊരു അക്യൂസ്ഡ് ആയിട്ടൊരു പ്രതിനെ നമ്മൾ കോടതിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ആ പ്രതി അപ്പോഴും കുറ്റവാളി ആവുന്നത് എപ്പോഴാണ്? ഈ പ്രതിക്കെതിരായ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ട് അത് കോടതിക്ക് ബോധ്യം വരണം, അല്ലേ? അപ്പോഴ മാത്രമാണ് കുറ്റവാളി ആവുന്നതും കുറ്റം വിധിക്കുന്നതും. സോ അതാണ് ഈ കഥയിൽ ഉടനീളം പറയുന്നത്. ഓൾറെഡി നമുക്ക് പ്രതി ആരാണെന്നറിയാം, പക്ഷെ ആ പ്രതിയെ എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ നിരത്തി, ഇത്രയും ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ളൊരു കേസാണ്. സോ പ്രത്യേക സാഹചര്യത്തിലുള്ള കേസിൽ, ഒരു സ്പെഷ്യൽ കേസിൽ എങ്ങനെയാണ് നമ്മൾ ആ പ്രതിയെ കുറ്റവാളി ആക്കി പിടിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കഥ, ഒരു ബേസിക് സംഭവം എന്നുള്ള സംഭവം. അത് വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനൊക്കെ കാര്യം ഞാൻ പറയാം. ഈ കുറച്ച് സീൻസൊക്കെ ഉണ്ട്, ആ സീൻസൊക്കെ നമ്മൾ ഇമോഷൻസ് ഇല്ല, നമ്മൾ ഇമോഷണലായിട്ട് അത് വരിഞ്ഞിങ്ങോട്ട് മുറുകും. ഈ മുറുകി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് എന്താ പറയുക, ക്യാരക്ടറിന് വേണ്ടിയിട്ട് നമ്മളത് കൈയടിച്ചു പോകും. നമ്മൾ ഇമോഷണലായിട്ട് നമ്മൾ കൈയടിക്കാതെ നിങ്ങൾക്ക് ആ സിനിമ ഈ 2.5 മണിക്കൂർ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇമോഷണൽ ആവാണ്ട് ഈ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, 100% ഉറപ്പാണ്. ഫുൾ ഫാമിലിയും ആർക്കും, എല്ലാവിധ ആൾക്കാർക്കും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഒരു മനുഷ്യനാണെങ്കിൽ ഈ സിനിമ കാണണം, അങ്ങനെ ഞാൻ പറയും. ഒരു ഫീലിംഗ് ഇല്ല, നിങ്ങൾ ഹൃദയമുള്ളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ പോയിട്ട് കാണണം. അത്രയും മനോഹരമായ ഒരു സിനിമയാണ് നേര്. പിന്നെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ ലാലേട്ടനെ കുറിച്ച് ഞാൻ ലാസ്റ്റേ പറയൂ. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മളെ അനശ്വര രാജൻ എന്ന ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസാണ്. മൈൻഡ് ബ്ലോയിങ്, ഔട്ട്സ്റ്റാൻഡിങ്, ബ്രില്യൻ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ഞാൻ അനശ്വര രാജൻ്റെ ഒരു ഫാനൊന്നല്ല, അനശ്വര രാജൻ്റെ പടങ്ങൾ അങ്ങനെ കാണാറൊന്നുമില്ല. മൈക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സൂപ്പർ സ്റ്റാറിനിൽ എനിക്ക് തോന്നി ബോറാണ്, എന്താണ് ഓവർ ആക്ടിങ് ആണ് എന്നൊക്കെ സംഭവം. പക്ഷേ ഈ ഒരു സംഭവം നേരിൽ, അതായത് സെൻട്രൽ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് അനശ്വര രാജനാണ്. സോ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചിലത് പാളിപ്പോയാൽ അത് മതി ഇതിനെ സിനിമയെ മൊത്തത്തിൽ ബാധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും മെച്ചേർഡായിട്ട് ഒരു കഥാപാത്രം സ്വന്തം ആ ഒരു രീതിയിൽ അത്ര മെച്ചൂർഡായിട്ട് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ജോബ്. അതും ആ അനശ്വര രാജൻ ചെറിയ പ്രായമാണ്. സോ ഈ പ്രായത്തിൽ തന്നെ ഇത്രയും പക്വതയാർന്നൊരു അഭിനയം, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അനശ്വര രാജൻ്റെ കരിയർ ബ്രേക്ക് ആയിരിക്കും ഇത്. ശരിക്കും പറഞ്ഞാൽ ഇനി ശേഷമായിരിക്കും ശരിക്കും അനശ്വര രാജൻ നമ്മൾ അറിയാൻ പോകുന്നത്. സോ അത്രമാത്രം എഫേർട്ട് ഇട്ടിട്ട് അത്രമാത്രം ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഹാർട്സ് ഓഫ് അനശ്വര രാജൻ. പിന്നെ
നമ്മുടെ സിദ്ദിഖിക്കൻ്റെ കാര്യം പിന്നെ പറയാനുണ്ട്. സിദ്ദിഖിക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ വേഴ്സറ്റൈൽ ആക്ടറാണ്. നമ്മൾ എത്രയോ കാലം മുതൽ സിദ്ദിഖിനെ കാണുന്നുണ്ട്, എത്രയോ കഥാപാത്രങ്ങൾ അല്ലേ. ഏതിപ്പോൾ കോമഡി റോളിൽ വന്നു, അതിന് സ്വഭാവ നടൻ അല്ലെങ്കിൽ സഹനടൻ, ഹീറോ ആയിട്ട് അഭിനയിച്ചു, വില്ലനിലേക്ക് വന്നു, വില്ലൻ പറഞ്ഞാൽ അട്ടാറ് വില്ലൻ. നമ്മളിങ്ങനെ അത്തരത്തിലുള്ളൊരു നടനെ ഈ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ അത് അതറിഞ്ഞിട്ടാണല്ലോ ജിത്തു ജോസഫ് കൊണ്ടുവരുന്നത്. സോ അത്രയും ഗംഭീരമായിട്ട് രീതിയിൽ, ബിക്കോസ് ചില രീതികൾ ക്ലൈമാക്സിലേക്ക് അടുക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ എടുത്തിട്ട് രണ്ടര പൊട്ടിക്കാൻ തോന്നും നമുക്ക്. ബിക്കോസ് ആ കഥാപാത്രത്തോട് നമുക്ക് അത്രമാത്രം വെറുപ്പ് ജനിപ്പിക്കും അഭിനയത്തിലൂടെ. സോ അത് ആ മഹാനടൻ്റെ വിജയം തന്നെയാണ്. ലെജൻഡ് ആക്ടറാണ് സിദ്ദിഖ്. പിന്നെ ഇതിൽ ജഗദീഷ് ഉണ്ട്. ജഗദീഷും ഒരു ഇമോഷണൽ, ഈ സാറ എന്ന, അതായത് അനശ്വരരാജൻ അവതരിപ്പിക്കുന്ന സാറ എന്ന കഥാപാത്രത്തിൻ്റെ അച്ഛനായിട്ടാണ് വരുന്നത്. സോ നമ്മൾ ജഗദീഷ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ജഗദീഷ് യുഗത്തിലൂടെ അത് കടന്നു പോകേണ്ടത് നമുക്ക് പറയേണ്ടി വരും. ബിക്കോസ് ഇപ്പോൾ ഗരുഡനിലായാലും, ഇപ്പോൾ ഫാലിമി നമ്മൾ കണ്ടു, പുരുഷ പ്രേതത്തിൽ കണ്ടു, അങ്ങനെ ജഗദീഷ് ഏട്ടനില്ലാത്ത ഇപ്പോൾ പടമില്ല. അത്രയും ഒരു ട്രാൻസ്ഫോർമേഷനാണ് ജഗദീഷ് ഏട്ടൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിലും ഇതേപോലത്തെ ഒരു ഇമോഷണൽ ക്യാരക്ടറാണ്. സോ വളരെ ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് പ്രിയാമണി ഉണ്ട് ഇതിൽ. പ്രിയാമണി സിദ്ദിഖിൻ്റെ കൂടെ തന്നെയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിലെ ജഡ്ജായിട്ട് വന്നൊരു ഒരു അഭിനേതാവുണ്ട്. മൂപ്പരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു ഒറിജിനൽ സംഭവം ജഡ്ജ്. ഈ ഇൻ്റർവ്യൂവിലൊക്കെ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാളെ കാണുന്ന സമയത്ത് ആ ഒരു ഗാംഭീര്യവും ആ ഒരു സീരിയസ്നെസ്സും കൊണ്ട് ഇത് ഒറിജിനൽ ജഡ്ജാണോ നമുക്ക് തോന്നിപ്പോകും. ആ ഒരു രീതിയിലൊരു സംഭവമായിരുന്നു. മൂപ്പരും സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ നന്ദു ചെറിയൊരു റോളിലാണ്. പിന്നെ ജഗദീഷ് ചേട്ടൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നടി, പേരറിയില്ല, ഇമോഷണൽ ക്യാരക്ടറായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്ററും കൂടിയായ ശാന്തി മായാദേവ് ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജിത്തു ജോസഫിൻ്റെ എല്ലാ പടത്തിലും മൂപ്പരുണ്ട്. ഇപ്പോൾ ദൃശ്യം 2 വക്കീലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മൂപ്പരൊരു വക്കീലാണ്, ആക്ച്വലി അഡ്വക്കേറ്റ് ആണ്. ഇതിലും വക്കീലായിട്ട് തന്നെയാണ്. മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ മൊത്തം കാസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇത്തരത്തിലൊരു 5-6 കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. സോ അതിലേക്ക് അത്രയും ആപ്റ്റായിട്ടുള്ള ആൾക്കാരാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ സിദ്ദിഖിക്കേൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിദ്ദിഖിക്കേൻ്റെ അല്ലാതെ വേറൊരു ആൾക്കാരെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അത്രയും കഥാപാത്രത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അഭിനയിക്കുക എന്ന് പറയുന്നില്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ അവർ അനശ്വരരാജൻ, ജഗദീഷ്, എല്ലാവരും കംപ്ലീറ്റ് പാക്കേജാണ് സംഭവം ഈ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ. അതിൽ ജിത്തു ജോസഫിന് തെറ്റ് പറ്റിയിട്ടില്ല, ഒരിക്കലുമില്ല. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഇവർ പറയുന്നത് ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ ആണ്, ഒരു റിയാലിറ്റി ഡ്രാമ ആണ് സംഭവം എന്നുള്ളത്. നമ്മൾ കോർട്ട് റൂം സീനുകൾ നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത്, ഈ സിനിമ എന്തുകൊണ്ട് വ്യത്യസ്തമാക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ കാണാത്തൊരു കോർട്ട് റൂമാണ് ഇതിൽ കാണുന്നത്. ഇതാണ് ശരിക്കും ഒരു റിയാലിറ്റി. നമ്മൾ കോർട്ട് റൂമിൽ നമുക്ക് അകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് പറയാൻ അറിയില്ല. അതിലെങ്ങനെയാണ് നമ്മളൊരു ബിഹേവ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കോർട്ട് റൂമിൽ, അതിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാണ്. നമ്മളിപ്പോൾ ജനഗണമനയിൽ പൃഥ്വിരാജ് സംസാരിക്കുന്നത് പോലെ അല്ല, നരസിംഹത്തിൽ നമ്മളെ നന്ദഗോപാൽമാരാർ മമ്മൂക്ക സംസാരിക്കുന്ന പോലെ അല്ല ഒരു അമാനുഷിക കഥാപാത്രമായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞ് ഭയങ്കര മാസ് ഡയലോഗ്, അങ്ങനെയൊന്നുമില്ല. ഡയലോഗ് ഉണ്ട്, ഇംഗ്ലീഷിൽ സംസാരിക്കും, പക്ഷേ ഇത് റിയാലിറ്റിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെയാണ്. അതേപോലെ അതിൽ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങൾ, ഒരു രീതികൾ, ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് ജിത്തു ജോസഫ്. ബിക്കോസ് ആ ഒരു എലമെൻ്റ് ഇതിലേക്ക് വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഡിഫറെൻ്റ് ആകുന്നത് പടത്തിന്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു കോർട്ട് റൂമിൽ നടക്കുന്ന ഒരു വിഷയമാണെങ്കിൽ, ആ സീൻസ് ആണെങ്കിൽ അങ്ങനെ എടുത്തു കൊണ്ടുപോകാനാണെങ്കിൽ ഇതിലൊരു ആ ഒരു ഗ്രിപ്പ് കിട്ടൂല. ശരിക്കും ഇത് കുറച്ചും കൂടി ഡിഫറെൻറ്റ് ഒരു ഈ സിനിമയെ കുറച്ചും കൂടി വേറിട്ട് നിർത്തുന്നുണ്ട്. ചില പദപ്രയോഗങ്ങൾ, അതിൽ ലാലേട്ടൻ ഉപയോഗിക്കുന്ന പദങ്ങൾ, ചില വാക്കുകളും ഒരു സെൻറ്റൻസുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്ന് സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത്. സോ അത് കറക്റ്റായിട്ട് ആ ഒരു ലൈൻ, ആ ഒരു ട്രാക്ക് ജിത്തു ജോസഫ് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു ലീഗൽ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ശാന്തിയുമായത് ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് അത് യൂസ്ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബിഹൈൻഡ് ദ ക്യാമറ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ജിത്തു ജോസഫ് തന്നെയാണ് കഥയും ശാന്തി ദേവിയും കൂടിയാണ് ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബി ജി എമ്മിൽ കുറച്ച് എടുത്തു പറയുന്നുണ്ട്. ബിക്കോസ് ഇതിൽ നല്ലൊരു എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് ആ ക്ലൈമാക്സ് രംഗത്തിലൊക്കെ ഒരു ബി ജി എം വെച്ചിട്ടൊരു പാട്ടുണ്ട്, റൂഹേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അയ്യോ
അത് നമുക്ക് ആ പാട്ട് തരുന്നൊരു ഫീൽ ഉണ്ട് നമുക്ക്. ബിക്കോസ് ഈ ക്ലൈമാക്സിൽ അടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഗൂസ് ബമ്പാണ്. നമുക്കിത് എന്താവും ഇത്, ആ കഥാപാത്രത്തോട് നമ്മൾ അത്രയും ഇമോഷണലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കുറേ സീൻസൊക്കെ വന്നിട്ട് നമ്മൾക്ക് ഈ പെരുവേരൽ നിന്ന് ഇങ്ങനെ തരിച്ച് കയറുന്നില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പോഴാണ് ഈ പാട്ടും. ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ശരിക്കും ഗൂസ് ബമ്പാണ്. ആ ക്ലൈമാക്സ് ഒക്കെ അയ്യോ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് എടുത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. സോ വിഷ്ണു ശ്യാമാണ് അതിൻ്റെ BGM മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ എഡിറ്റർ വിനായക് എസ്, ഗംഭീര വർക്കാണ് എല്ലാവരും. സോ ബിഹൈൻഡ് ദ ക്യാമറയും അതുപോലെ ക്യാമറക്ക് മുമ്പിൽ പ്രവർത്തിച്ചിട്ടും എല്ലാവരും ഒരു ബെസ്റ്റ് ഫിലിം നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിക്ക് തന്നു എന്ന് തന്നെ പറയണം. എല്ലാവരും ഇത് മസ്റ്റ് വാച്ചായിട്ട് നമ്മൾ കുടുംബസമേതം പോയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇനി നമുക്ക് സംസാരിക്കേണ്ടത് നമ്മളെ ലാലേട്ടനെ കുറിച്ചാണ്. ലാലേട്ടനെ കുറിച്ച് ലാസ്റ്റ് സംസാരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ലാലേട്ടനെ കുറിച്ച് നമുക്ക് എന്താ പറയുക, ലാലേട്ടനെ കുറിച്ചിട്ട് പറയാൻ എന്ന് പറഞ്ഞാൽ മൂപ്പര അഭിനയത്തെ കുറിച്ചിട്ടോ സ്കില്ലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എന്താണ് ഐ കോണ്ടാക്ട് അങ്ങനെയായി, ഇമോഷൻ ഇങ്ങനെയായി, വേണ്ടാത്ത ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു ബോൺ ആക്ടറാണ്. ഹീസ് ഓൾറെഡി പ്രൂവ്ഡ് ഈ മൂപ്പർ എന്താണെന്നുള്ളത്. മൂപ്പർ ഒരു ലെജൻഡ് ആക്ടറാണ്, അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ലോകം കണ്ട ആക്ടേഴ്സിൽ ഒരാളാണ്, ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളാണ് നമ്മൾ മോഹൻലാൽ, കംപ്ലീറ്റ് ആക്ടർ. സോ അതിലൊന്നും യാതൊരു സംശയമില്ല. പിന്നെ മൂപ്പർക്ക് ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിപ്പോൾ നേര് തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. ചില സമയത്ത് ഒരു ബാഡ് ടൈം ഉണ്ടാവും, എല്ലാവർക്കും ബാഡ് ടൈം ഉണ്ട്. അപ്പം മമ്മൂക്കൊക്കെ ബാഡ് ടൈം ഉണ്ടായി, അതേപോലെ തന്നെയാണ് ലാല. ഓരോ ആക്ടേഴ്സും അങ്ങനെ തന്നെ, അത് ആ രീതിയിൽ എടുക്കുക. അല്ലാതെ ലാലേട്ടൻ അഭിനയം നിർത്തി പോകണം, ലാലേട്ടൻ മതിയാക്കണം, ലാലേട്ടൻ ഇനി സൈഡ് റോളുകൾ ചെയ്യണം, ഇനി സിനിമ ചെയ്യരുത്, ലാലേട്ടൻ ഇനി എക്സ്പ്രഷൻ ഇടാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞ് ലാലേട്ടനെ ട്രോളി ലാലേട്ടനെ നെഗറ്റീവ് എഴുതിയവരും പറഞ്ഞവരും ഈ സിനിമ പോയിട്ടൊന്ന് കാണണം. സോ ഒരു നല്ല സംവിധായകൻ്റെ കീഴിൽ നല്ല സ്ക്രിപ്റ്റിൽ ആ ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ലാലേട്ടനല്ല നമ്മൾ, ഒരു മോഹൻലാലിനല്ല നമ്മൾ കാണുന്നത്. ആ സ്റ്റാർഡം നിലനിൽക്കുന്ന മോഹൻലാലല്ല, ഒരു ആക്ടർ എന്ന ബോൺ ആക്ടർ എന്ന നിലയിൽ പോയി കാണുക. ലാലേട്ടൻ്റെ ഓരോ നോട്ടവും ഓരോ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ പറയുക, നമ്മളെ കരയിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ ഇമോഷണലായിട്ട് വലിച്ച് മുറുക്കുകയെന്ന് ചെയ്യും. സോ നേര് എന്ന് പറയുന്ന സിനിമ ഒരു അതിഗംഭീര സിനിമ. എല്ലാവരും നിർബന്ധമായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് കുടുംബസമേതം പോയിട്ട് കാണുക. നിങ്ങൾക്കൊരു പെൺമക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ നേര് എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ കുടുംബസമേതമായി തന്നെ പോയി കാണുക. സോ നേരെന്ന സിനിമ വലിയൊരു വിജയമാവട്ടെ, പാൻ ഇന്ത്യയിൽ ചർച്ചയാവട്ടെ, റീമേക്കുകൾ വരട്ടെ, മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ നേരിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് മീ ആൻഡ് വീണ്ടും സന്ധിക്കും വരെ വണക്കം.